ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ആസ്ക് ഡിറക്ഷൻസ് ആൻഡ് ഹൗ ടു ഗീവ് ഡിറക്ഷൻസ്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും, ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ആ സ്ഥലം നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെയുള്ളവർക്ക് മലയാളം അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് അവരോട് ഇംഗ്ലീഷിലായിരിക്കണം കാര്യങ്ങൾ ചോദിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഡിറക്ഷൻ, ഒരു സ്ഥലത്തേക്കുള്ള വഴി അറിയാൻ പാടില്ല. അപ്പോൾ വഴി എങ്ങനെ ചോദിക്കും? അപ്പോൾ വഴി ചോദിക്കുമ്പോഴേക്കും നമുക്ക് അവർ കൃത്യമായിട്ട് വഴി പറഞ്ഞു തരികയും നമ്മൾ കൃത്യസ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മളെ ഇംഗ്ലീഷ് സഹായിക്കും. അപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഡിറക്ഷൻസ് ചോദിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്ത് ചെന്ന് അവിടെ വെച്ച് ഒരാൾ നമ്മളോട് വഴി ചോദിക്കുന്നു. അപ്പൊ നമുക്ക് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ അറിയണം, അല്ലെ? അതും ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ മലയാളം അറിയാൻ പാടില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ അവിടെ നമ്മൾ ഡിറക്ഷൻ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മീൻസ് ആണിത്. അപ്പൊ നമുക്ക് എങ്ങനെ വഴി ഒരാൾക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാമെന്നും രണ്ടാമതായി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കാം. അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഹൗ ടു ആസ്ക് ഡിറക്ഷൻസ് എന്ന കാര്യം നോക്കാം. ഒരു ഉദാഹരണത്തിന് നമുക്ക് മെഡിസിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോകേണ്ടത്. അപ്പൊ മെഡിസിറ്റിയിലേക്ക് എങ്ങനെ പോകും? അത് എങ്ങനെ ചോദിക്കും? കുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ ടു ദ മെഡിസിറ്റി. കുഡ് യു പ്ലീസ് ടെൽ മീ ദ വേ ടു ദ മെഡിസിറ്റി. മെഡിസിറ്റിയിലേക്കുള്ള വഴി ദയവായി എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ദ മെഡിസിറ്റി. മെഡിസിറ്റിയിലേക്ക് പല വഴികളുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അവിടേക്കുള്ള ഏറ്റവും ബെസ്റ്റ് വേ ഏതാണെന്ന് എങ്ങനെ ചോദിക്കും? വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ദ മെഡിസിറ്റി. അതായത് പല വഴികളുണ്ട്. ചിലത് കുറേ ദൂരം നടക്കണമായിരിക്കും, അല്ലെങ്കിൽ ചിലത് വഴി റോഡ് മോശമായിരിക്കും. അപ്പോൾ ബെസ്റ്റ് വേ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു വഴിയാണ്. അപ്പൊ വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ദ മെഡിസിറ്റി. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചോദിക്കാം, വേർ ഈസ് ദ മെഡിസിറ്റി. വേർ ഈസ് ദ മെഡിസിറ്റി. എവിടെയാണ് ഈ മെഡിസിറ്റി? ഒരു സ്ഥലത്ത് നിന്ന് ആദ്യമായിട്ട് വന്നേക്കുന്നതാണ്. അപ്പൊ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, വേർ ഈസ് ദ മെഡിസിറ്റി. ഇനി ആ വഴിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ചോദിക്കും, കുഡ് യു പ്ലീസ് ഡിറക്റ്റ് മീ ടു ദ മെഡിസിറ്റി. കുഡ് യു പ്ലീസ് ഡിറക്റ്റ് മീ ടു ദ മെഡിസിറ്റി. എന്നെ ആ മെഡിസിറ്റിയിലേക്ക് ഒന്ന് നയിക്കാമോ? മെഡിസിറ്റിയിലേക്ക് ഒന്ന് വഴി പറഞ്ഞു തരാമോ? അല്ലെങ്കിൽ ഇപ്പൊ വേറെ രീതി ചോദിക്കാം, മെഡിസിറ്റിയിലേക്ക് ഇപ്പൊ പോണെങ്കിൽ പല വഴികളുണ്ടാവും, അല്ലെ? ഇപ്പൊ വേണമെങ്കിൽ വണ്ടിയിൽ പോകാം, അല്ലെങ്കിൽ നടന്നു പോകാം, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ബസ്സിന് പോകാം. ഏത് രീതിയിലാണ്? ഇപ്പൊ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ടാണ് ചോദിക്കണമെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നിട്ടാണ് ചോദിക്കണമെങ്കിൽ, അപ്പൊ എങ്ങനെയുള്ള ചോദ്യങ്ങളാണെങ്കിലും അവിടേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള ഒരു ചോദ്യം എങ്ങനെ ചോദിക്കും? ഹൗ ഡു ഐ ഫൈൻഡ് ദ മെഡിസിറ്റി. ഹൗ ഡു ഐ ഫൈൻഡ് ദ മെഡിസിറ്റി. ഞാൻ എങ്ങനെ മെഡിസിറ്റിയിലേക്ക് പോകും, എങ്ങനെ കണ്ടെത്തും? അപ്പൊ അതിന് ബസ്സിന് പോണോ, കാറിന് പോണോ, ഓട്ടോയ്ക്ക് പോണോ, നടന്നു പോണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അവർ പറഞ്ഞു തരും. ഹൗ ഡു ഐ ഫൈൻഡ് ദ മെഡിസിറ്റി. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ അപരിചിതനായിട്ട് നിൽക്കുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു പരിചയഭാവമില്ലാതെ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ വന്നിട്ട് നമ്മളോട് ചോദിക്കും, ഇതെന്താ എവിടെ നിൽക്കുന്നത്, എവിടെ പോകാനാണെന്നൊക്കെ ചോദിക്കും, അല്ലെ? നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മൾ അവരോട് ചോദിക്കും, ഡു യു നോ ദ വേ ടു ദ മെഡിസിറ്റി. ഡു യു നോ ദ വേ ടു ദ മെഡിസിറ്റി. നിങ്ങൾക്ക് മെഡിസിറ്റിയിലേക്കുള്ള വഴി അറിയാമോ? ഡു യു നോ ദ വേ ടു ദ മെഡിസിറ്റി. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ഡു യു നോ വേർ ഇസ് ദ മെഡിസിറ്റി. നിങ്ങൾക്ക് മെഡിസിറ്റി എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കാം, അല്ലെ? അങ്ങനെ പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ സ്ഥലം അറിയാമോ, എങ്ങനെ പോകുന്നത് എന്നുള്ള രീതി നമുക്ക് പല രീതിയിൽ ചോദിക്കാം. കുറച്ച് രീതികളാണ് നമ്മൾ കണ്ടത് എങ്ങനെ വഴി ചോദിക്കാം എന്നുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വേർ ഈസ് ദ മെഡിസിറ്റി, അല്ലെങ്കിൽ ഹൗ കുഡ് ഐ ഫൈൻഡ് ദ മെഡിസിറ്റി, വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ദ മെഡിസിറ്റി, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ആൻസർ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇവർക്ക് ഡിറക്ഷൻ കൊടുക്കുന്നത്. ഹൗ ടു ഗീവ് ഡിറക്ഷൻസ്, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരാൾക്ക് എങ്ങനെ ഡിറക്ഷൻ, അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഇനി എങ്ങനെയാണ് ഒരാൾക്ക് ഡിറക്ഷൻ പറഞ്ഞു കൊടുക്കുന്നതെന്ന് അടുത്ത് നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് പറയാം, ഇതവിടെ അടുത്താണ്, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഇറ്റ് ഈസ് നിയർ ഹിയർ. ഇറ്റ്സ് നിയർ ഹിയർ.
ഇറ്റ്സ് നിയർ ഹിയർ. മെഡിസിറ്റി അല്ലേ? ഇതോടെ അടുത്ത് തന്നെ. നമുക്ക് പറയുമ്പോ വേറൊരു രീതിയിൽ നമുക്ക് ഡിറക്ഷൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം, ലൊക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ, ഇവിടെ നിന്ന് നേരെ പോവുക. അപ്പൊ എങ്ങനെ പറയും? ഗോ സ്ട്രെയിറ്റ് എഹെഡ്. എഹെഡ് എന്ന് വെച്ചാൽ മുമ്പോട്ട്. ഗോ സ്ട്രെയിറ്റ് എഹെഡ്. മുമ്പോട്ട്, ഇവിടെ നിന്ന് മുമ്പോട്ട് പോവുക. എന്നിട്ട് വലത്തേക്ക് തിരിയുക. എങ്ങനെ പറയും? ടേൺ റൈറ്റ്. ഗോ സ്ട്രെയിറ്റ് അഹെഡ് ആൻഡ് ടേൺ റൈറ്റ്. ഇനി അതല്ലാതെ നമുക്കിപ്പോ മുമ്പോട്ട് പോവുക, ഇടത്തേക്ക് തിരിയുക എന്ന് എങ്ങനെ പറയും? ഓക്കെ, ഗോ സ്ട്രെയിറ്റ് അഹെഡ്, ടേൺ ലെഫ്റ്റ്. ഓക്കെ, ഗോ സ്ട്രെയിറ്റ് അഹെഡ്, ടേൺ ലെഫ്റ്റ്. അപ്പൊ ലെഫ്റ്റിലേക്ക് തിരിയുക എന്ന് പറയും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഡിറക്ഷൻസ് പല രീതിയിലും പറഞ്ഞു കൊടുക്കാം. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ അടുത്തായിട്ടാണ് ഈ മെഡിസിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും നമ്മൾ പറയും ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ഏതാണ് പ്ലേസ് അത് പറയും. ഇപ്പൊ ഒരു പോസ്റ്റ് ഓഫീസിന്റെ അടുത്താണെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്. ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം അതിന്റെ അടുത്ത് എന്നുള്ളതിന് നെക്സ്റ്റ് ടു എന്നതിന് പകരം നിയർ എന്ന് പറയാം. ഇറ്റ് ഈസ് നിയർ ദ പോസ്റ്റ് ഓഫീസ്. കണ്ടോ? അത് സ്കൂളിന്റെ അടുത്താണെന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് നെക്സ്റ്റ് ടു ദ സ്കൂൾ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നിയർ ദ സ്കൂൾ. അല്ലെങ്കിൽ അത് റോഡിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ദ റോഡ്. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ദ റോഡ്. പോയിട്ട് അല്ലെ വലത്തോട്ടുള്ള തിരിവിലൂടെ പോയാൽ മതി. അതെങ്ങനെ പറഞ്ഞു കൊടുക്കും? ടേക്ക് ദ ഫസ്റ്റ് ടേണിംഗ് ഓൺ ദ റൈറ്റ്. ടേക്ക് ദ ഫസ്റ്റ് ടേണിംഗ് ഓൺ ദ റൈറ്റ്. റൈറ്റിലേക്കുള്ള ആദ്യത്തെ ടേണിംഗ് എടുക്കുക. അതിപ്പോ വണ്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് അവര് നമ്മളോട് ഡിറക്ഷൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം ടേക്ക് ദ ഫസ്റ്റ് ടേണിംഗ് ഓൺ ദ റൈറ്റ്. കണ്ട, ആ വലത്ത് വശത്തേക്കുള്ള ആദ്യം വണ്ടിയൊക്കെ തിരിഞ്ഞു പോകാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പൊ ടേക്ക് ദ ഫസ്റ്റ് ടേണിംഗ് ഓൺ ദ റൈറ്റ്. ഇനി മുമ്പോട്ട് നടന്നാൽ മതി, അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമല്ലേ. അപ്പൊ എവിടെയാണ് ഈ മെഡിസിറ്റി? മുമ്പോട്ട് നടന്നാൽ മതി, കുറച്ചെത്തുമ്പോഴേക്കും അവിടെ തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഗോ സ്ട്രെയിറ്റ് ഓൺ. മുമ്പോട്ട് നടക്കുന്ന പോലെ തന്നെ മുമ്പോട്ട് വയ്ക്കൂ എന്ന് പറയും അല്ലെ. ഗോ സ്ട്രെയിറ്റ് ഓൺ. ഗോ സ്ട്രെയിറ്റ് ഓൺ എന്നാണ് അതിന് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകുമ്പോഴേക്കും അവിടെ ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. അതിന് നമ്മൾക്ക് പറയാം ഗോ പാസ് ദ ഷോപ്പിംഗ് മോൾ. ഗോ പാസ് ദ ഷോപ്പിംഗ് മോൾ. ഗോ പാസ്റ്റ് ദ ഷോപ്പിംഗ് മോൾ എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് മോൾ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്നാണ്. ഗോ പാസ്റ്റ് ദ ഷോപ്പിംഗ് മോൾ. അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുക. ഗോ പാസ് ദ പോസ്റ്റ് ഓഫീസ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ സ്ഥാപനമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേര് എടുത്ത് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പോവുക എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു കൊടുക്കുക. അതായത് എന്താ, ഈ വഴി പോയാൽ മതി. ഇറ്റ് ഈസ് ദിസ് വേ. ഇറ്റ് ഈസ് ദിസ് വേ. ഈ വഴി പോയാൽ മതി. അല്ലെങ്കിൽ ആ വഴി പോയാൽ മതി. ഇറ്റ് ഈസ് ദാറ്റ് വേ. ഇറ്റ് ഈസ് ദിസ് വേ. ഇറ്റ് ഈസ് ദാറ്റ് വേ. അങ്ങനെ നമുക്ക് കൈ കൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം. ഇനി ഇപ്പൊ ഒരുപാട് ദൂരമാണോ, ഇസ് ഇറ്റ് ഫാർ എന്നൊക്കെ ചോദിക്കല്ലോ, നമ്മളോട് ചോദിക്കും അയ്യോ ഈ മെഡിസിറ്റി ഒരുപാട് ദൂരമാണോ? ഈസ് ദ മെഡിസിറ്റി ഫാർ ഫ്രം ഹിയർ? ഈസ് ദ മെഡിസിറ്റി ഫാർ ഫ്രം ഹിയർ? അപ്പൊ ഇവിടുന്ന് ഒരുപാട് ദൂരമാണോ മെഡിസിറ്റി എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ പറയാം ഇറ്റ് ഈസ് നോട്ട് സോ ഫാർ. ഇറ്റ് ഈസ് നോട്ട് സോ ഫാർ. അത് അധികം ദൂരമല്ല. ഇറ്റ്സ് നിയർ ഹിയർ. ഇത് അടുത്ത് തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് സോ ഫാർ. ഇറ്റ് ഈസ് നിയർ ഹിയർ. ഇനി അതുപോലെ ഇപ്പൊ നമ്മൾ ഇവിടെ ഇല്ലാത്ത ഒരാളാണെന്ന് വെച്ചു. അപ്പൊ ഒരാൾ വന്ന് വെച്ചാൽ നമ്മളോട് പറയാം ഐ എം ലോസ്റ്റ്. എനിക്ക് വഴിയൊക്കെ തെറ്റിപ്പോയി. ഐ എം ലോസ്റ്റ്. കുഡ് യു പ്ലീസ് ഡിറക്ട് മീ ടു ദ മെഡിസിറ്റി. എനിക്ക് വഴിയൊക്കെ തെറ്റിപ്പോയി, എന്നെ ആ മെഡിസിറ്റിയിലോട്ട് ഒന്ന് എത്തിക്കാമോ? ഐ എം ലോസ്റ്റ്. കുഡ് യു പ്ലീസ് ഡിറക്ട് മീ ടു ദ മെഡിസിറ്റി എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് നമ്മൾ കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുക്കണം അല്ലെ. അപ്പൊ അവിടേക്ക് എങ്ങനെ പോകാം? ബസ്സിന് പോകണോ അല്ലെങ്കിൽ നടന്നു പോയാൽ മതിയോ? എത്ര സമയം എടുക്കും എന്നൊക്കെയുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഡോണ്ട് വറി, ഇറ്റ്സ് നിയർ ഹിയർ. 5 മിനിറ്റ് എടുക്കുന്ന 5 മിനിറ്റ് നടപ്പുണ്ടെന്ന് പറയും അല്ലെ. ഇറ്റ് ഈസ് 5 മിനിറ്റ്സ് വാക്ക് ഫ്രം ഹിയർ. 5 മിനിറ്റ്സ് വാക്ക് ഫ്രം ഹിയർ. ഇവിടെ നിന്ന് 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ.
അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഓട്ടോ പിടിച്ചു പോകാൻ പറയാം. യു ക്യാൻ ടേക്ക് ആൻ ഓട്ടോ അല്ലെ, യു ക്യാൻ ടേക്ക് ആൻ ഓട്ടോ. ദർ ഇസ് എ സേഫസ്റ്റ് റോഡ്, സുരക്ഷിതമായിട്ടുള്ള റോഡ് ഇവിടെയുണ്ട്. ഓട്ടോക്കാരനോട് പറഞ്ഞാൽ മതി, അയാൾ കൃത്യമായിട്ട് എത്തിക്കും. അപ്പൊ യു ക്യാൻ ടെൽ ദ ഓട്ടോ ഡ്രൈവർ ടു ലെറ്റ് യു റീച്ച് ദർ നിയർ ദ മിഡ് സിറ്റി. അപ്പൊ മിഡ് സിറ്റിയുടെ അടുത്ത് ഓട്ടോക്കാരനോട് എത്തിക്കാൻ യു പ്ലീസ് ടെൽ ദ ഓട്ടോ ഡ്രൈവർ ടു ലെറ്റ് യു റീച്ച് ദ മിഡ് സിറ്റി. എന്നിട്ട് കുറച്ച് ഇൻഡിക്കേഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം കൃത്യമായിട്ട്. ഇറ്റ് ഈസ് നിയർ ദ പോസ്റ്റ് ഓഫീസ്, യു ക്യാൻ ഗെറ്റ് ഡൗൺ ദർ ആൻഡ് ടേൺ റൈറ്റ്. അങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് അവിടെ ആ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് ഇറങ്ങാം, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ടേൺ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവർ അവിടെ ചെല്ലുമ്പോഴേക്കും കൃത്യമായിട്ട് അന്വേഷിക്കുക അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടോ എന്നൊക്കെ ഉള്ള ആ ഒരു കൃത്യമായിട്ട് നമുക്ക് അവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. പ്ലെയിൻലി നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക സ്ഥലം, നിങ്ങളും അവിടെ ആദ്യമായിട്ട് വന്നേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ മെഡിസിറ്റി നിങ്ങളോട് ചോദിക്കുമ്പോഴേക്കും അറിയില്ല, അപ്പൊ നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? സോറി ഐ എം നോട്ട് ഫ്രം ഹിയർ. സോറി ഐ എം നോട്ട് ഫ്രം ഹിയർ. അയ്യോ ക്ഷമിക്കണം, ഞാൻ ഇവിടത്തുകാരനല്ല അല്ലെങ്കിൽ ഇവിടത്തുകാരിയല്ല എന്നുള്ള കാര്യം പൊളൈറ്റ് ആയിട്ട് പറയുക. ഈ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് ഹൗ ഡു ഐ ഗോ ടു ദ മെഡിസിറ്റി. ഹൗ ഡു ഐ ഗോ ടു ദ മെഡിസിറ്റി, ഈ മെഡിസിറ്റിയിലേക്ക് എങ്ങനെ പോകും? അപ്പൊ അവർ കൃത്യമായിട്ട് പറയും യു ക്യാൻ ടേക്ക് ദ ബസ് ഫ്രം ഹിയർ. ഏത് ബസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും. യു ക്യാൻ ടേക്ക് ദ ബസ് ടു എറണാകുളം. അങ്ങനെ കൃത്യമായിട്ടുള്ള ആ ബസ് എടുക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കും യു ക്യാൻ ടേക്ക് ദ ബസ് ടു എടപ്പള്ളി, എടപ്പള്ളിയിലേക്കുള്ള ബസ് എടുക്കുക എന്നൊക്കെ കൃത്യമായിട്ടുള്ള ആ ഒരു ആ ഇൻഫർമേഷൻ നമുക്ക് അവർ തരും. നമുക്ക് ദൂരം അന്വേഷിക്കാം അവിടെ ചെന്ന്. ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ മെഡിസിറ്റി, ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ മെഡിസിറ്റി, മെഡിസിറ്റിയിലേക്ക് എത്ര ദൂരമുണ്ട്. ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ മെഡിസിറ്റി. അപ്പോൾ അവർ പറയും ഇറ്റ് ഈസ് 2 kilometers away from here. 2 kilometers away from here. 2 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞുതരും, അല്ല ദൂരം പറഞ്ഞുതരും അവര്. ഈ രീതിയിലാണ് നമ്മൾ ഡിറക്ഷൻസ് ചോദിക്കുന്നതും മറ്റുള്ളവരിൽ നിന്ന് ഡിറക്ഷൻസ് ചോദിച്ച് മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഡിറക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നതും. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ സംസാരത്തിൽ കൂടുതലായി ഉപയോഗിക്കാം. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.